ആര് വന്നാലും കണക്ക് തന്നെ. സ്ഥാനാർത്ഥി നോക്കിയാണ് വോട്ട് ചെയ്യണേ. വോട്ട് ലിസ്റ്റിൽ പേരില്ല. ആദ്യമായിട്ടാണ് നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. 4 ലക്ഷത്തിലധികം ജെൻസി കുട്ടികളാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ജെൻസി കുട്ടികളുടെ മനസ്സിൽ എന്താണെന്നും അവർ ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെന്നും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. 10 വർഷം കൊണ്ട് നല്ല ഭരണമല്ലോ ഉണ്ടാക്കി വെച്ച്. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡെമോക്രസി ആകുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. എനിക്ക് വോട്ടില്ല. വോട്ടില്ലേ? ഈ തലമുറയാണ് നന്നായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം ഇനി അങ്ങോട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ ഭരിക്കേണ്ടത്, നമുക്കിനി എന്തൊക്കെ കിട്ടും എന്നാലോചിച്ചിട്ട് വോട്ട് ചെയ്യണം. 3 പാർട്ടിയും ഒരുപോലെയാണ് തോന്നുന്നത്. നമ്മൾ ചുമ്മാ ഓരോരുത്തരങ്ങ് ജയിപ്പിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ ഒരിക്കലും എൻ ഡി എ സഖ്യത്തിന് സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്യും. ഒരു മികച്ച നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജ്, റിയാസ് അവരൊന്നും പുതുതലമുറയല്ല. ഇത്രയും നാൾ അവർ ചെയ്യാനുള്ളത് ചെയ്തു വെച്ചു. ഇനി പുതിയ ആൾക്കാർ വരട്ടെ, പുതിയ ഭരണം വരട്ടെ. ആര് വന്നാലും കണക്ക് തന്നെ. ഇവിടുത്തെ കൊള്ളത്തില്ലാത്തോണ്ടാണ് എല്ലാവരും പുറത്തോട്ട് പോകണം. ഞാൻ ആദ്യമായിട്ടാണ് നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ മണ്ഡലത്തിലെ വികസനം ഞാൻ നോക്കും. അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിക്കും. വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ലിസ്റ്റിൽ പേരില്ല. പേരില്ല ലിസ്റ്റിൽ. കൊടുത്തിട്ടില്ല. ഇല്ല, കൊടുത്തിട്ടില്ല. എന്നെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് എനിക്ക് മുകളിൽ നിന്ന് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനങ്ങളിൽ എനിക്കൊരു പങ്കുണ്ടാവുമെന്ന് പറയുന്നത് ഈ വോട്ടിലൂടെ മാത്രമാണ്. അപ്പൊ അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. സ്ഥാനാർത്ഥി നോക്കിയാണ് വോട്ട് ചെയ്യണേ. ആരെയും മാറ്റിയെടുത്താൻ പാടില്ല. പൈസ ഇല്ലാത്തതിന്റെ പേരിലും അങ്ങനെ സാമ്പത്തികമായിട്ടും എല്ലാവർക്കും പറ്റുന്ന രീതിയിലൊരു സൗകര്യവും എല്ലാവരും കൊടുക്കണം. പഠിച്ചിറക്കുന്ന പിള്ളേർക്ക് ബെറ്റർ ഓപ്ഷനും ബെറ്റർ ഫ്യൂച്ചറും കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആരും പുറത്തോട്ട് പോകില്ലല്ലോ. ഇതുവരെ വന്നിട്ടുള്ള ആ ഒരു വികസനം കൊണ്ട് തന്നെ നമുക്ക് തുടർഭരണം എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയാൽ കൊള്ളാം. തൊഴിലായ്മ അത് കാരണം ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതിനൊരു പരിഹാരം ഉടനെ കൊണ്ടുവരണം, ഏത് ഗവൺമെന്റ് ആയാലും. നീതിബോധമുള്ള ഒരു ഭരണത്തിൽ വരണം. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ ഈ പാർട്ടിക്കാരനാണ്, ഈ ആശയം പിന്തുടരുന്ന ആളാണ്. ഇവർക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോഷർ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പലതരത്തിലുള്ള ആശയങ്ങളെല്ലാം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഒരു പാർട്ടിയുടെ രാഷ്ട്രീയം നോക്കിയാണ് നമ്മൾ എപ്പോഴും വോട്ട് ചെയ്യേണ്ടത്. രാഷ്ട്രീയം ഇല്ലാന്നുണ്ട് ഇലക്ഷനിൽ പോയി നോട്ടയിൽ എങ്കിലും കുത്തണം.